ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത അധ്യായത്തിന്റെ ഒരു എനർജി എന്താണെന്നും അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതിന് നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ളത് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കുന്നതാണ്. അതുപോലെ തന്നെ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഷിഫ്റ്റ്, ഈ ഒരു പുതിയ അധ്യായത്തിലേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റം അത് നിങ്ങൾക്ക് എനർജറ്റിക്കലി നിങ്ങൾക്ക് അനുഭവിച്ച് തുടങ്ങാൻ സാധിക്കും എന്നുള്ളതും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 ഗ്രൂപ്പുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് തംബ്നെയിലിൽ ഉള്ള 3 ചിത്രങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉപയോഗിച്ചോ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് എനർജിയുമായിട്ട് അലൈൻ ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1 നിങ്ങൾ തംബ്നെയിലത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത അധ്യായം എങ്ങനെയായിരിക്കും എന്നുള്ളത്, അതിൻ്റെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ജീവിതത്തിലെ അടുത്ത അധ്യായം എങ്ങനെയാണ് ആയിരിക്കുക? ഓക്കെ, നമുക്ക് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുണ്ട്. 10 of Wands ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ 10 of Wands. ഓക്കെ, ഒരു അവസാനം കാണുന്നു. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ വളരെ ഒരു നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന, സ്ട്രെസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകൾ എപ്പോഴും നിങ്ങളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും പറ്റാത്തൊരവസ്ഥയാണ് എങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മോചനം ഞാൻ കാണുന്നു. അതിൻ്റെ ഒരു അവസാനമാണ് ഞാൻ കാണുന്നത് അടുത്ത അധ്യായത്തിൽ. ഓക്കെ, ആ ഒരു എന്തൊക്കെ നെഗറ്റീവ് എനർജീസ് അത് ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഉള്ളിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ അതിൻ്റെ ഒക്കെ ഒരു അവസാനം ആണ് കാണുന്നത്. ഓക്കെ, നമുക്ക് എംപ്രസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. വളരെ സമൃദ്ധി നിറഞ്ഞ ഒരു സമയമാണ് നിങ്ങൾക്ക് വരുന്നത്. അടുത്ത അധ്യായം എന്ന് പറയുമ്പോൾ ഒരുപാട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അതിന് വേണ്ടുന്ന എഫേർട്സ് എടുക്കുന്നു. അതിനനുസരിച്ച് വളരെ എളുപ്പത്തിൽ, നിങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല എന്തൊരു കാര്യത്തിലും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അതിൽ ഒന്നിൽ കൂടുതൽ ചോയ്സ് യൂണിവേഴ്സ് തരുന്നതാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഏറ്റവും അലൈൻഡ് ആയിട്ടുള്ളത്, നിങ്ങളുടെ ആഗ്രഹത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഓപ്ഷനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിലെ അടുത്ത അധ്യായത്തിൻ്റെ ഒരു എനർജി എങ്ങനെയാണ്, അടുത്ത അധ്യായം എങ്ങനെയാണ് ആയിരിക്കുക? ഒരുപാട് നല്ല വാർത്തകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. മാത്രമല്ല നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില പരിപാടികളുടെ, ചടങ്ങുകളുടെ ഭാഗമാകാനൊക്കെ ഒരു അവസരം കിട്ടുന്നതായിട്ടും അതിൽ നിങ്ങളെ ക്ഷണിക്കപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നല്ല നല്ല സന്തോഷം നിറഞ്ഞ അവസരങ്ങളുടെ ഭാഗമാകാൻ സാധിക്കുന്നു. അതിലേക്കൊക്കെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു വളരെ സന്തോഷം നിറഞ്ഞൊരു സമയം ആണ് കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു വിവാഹം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുടെ ഇടയിൽ വളരെ നല്ലൊരു സമയം, ഒരുപാട് നല്ല നല്ല എന്താ പറയുക സന്തോഷം നിറഞ്ഞ സമയങ്ങൾ ഉണ്ടാവുന്നതായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് സമയം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ചെലവഴിക്കാനായിട്ടൊരു സമയം കിട്ടുന്നതായിട്ട് കാണുന്നു. കുടുംബത്തിൽ മൊത്തത്തിലൊരു സമാധാനവും സ്വസ്ഥതയും സന്തോഷമൊക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. പിന്നെ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിനും അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുന്നതിനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു സമാധാനം ഉള്ള ഒരു സമയമായിരിക്കും ഇന്നത്തെ അധ്യായം എന്ന് പറയുന്നത്. അത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, അതിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ജീവിത പങ്കാളിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ആ ജീവിത പങ്കാളിയായിട്ട് നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളുമായിട്ട് നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്.
പിന്നെ നിങ്ങൾ മൊത്തത്തിൽ ഒരു ഇമോഷണലി വളരെ സംതൃപ്തി നിറഞ്ഞൊരു സമയമായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അത്രയും ഒരു സന്തോഷം നിറഞ്ഞൊരു സമയമാണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ ജീവിതം എവിടെയാണോ അവിടെ നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവും നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച്. അങ്ങനത്തെ ഒരു അധ്യായമാണ് നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതിന് അല്ലെങ്കിൽ ആ ഒരു അധ്യായവുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആകുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1ന്റെ അടുത്ത അധ്യായത്തിൻ്റെ ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അധ്യായവുമായിട്ട് അലൈൻഡ് ആകുന്നതിന് ഗ്രൂപ്പ് 1 എന്താണ് ചെയ്യേണ്ടത്? അതിനായിട്ട് ഗ്രൂപ്പ് 1ന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം നിങ്ങൾക്കൊരു എനർജി കിട്ടിയിട്ടുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്ത അധ്യായത്തിൽ, അതൊക്കെ നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കഴിയുന്നത്ര വിഷ്വലൈസ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഇപ്പോൾ നാമങ്ങൾ ജപിക്കുന്നതോ അല്ലെങ്കിൽ ഈ ആധ്യാത്മികമായിട്ടുള്ള ബുക്കുകൾ വായിക്കുന്ന, ഒക്കെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണെങ്കിൽ അതിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ പറയുന്നു. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടാവും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻറ്റ്യൂഷനിലാണ് എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ പല കാര്യങ്ങളും പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതിന്റെ ഭാഗമായിട്ട് പല അധ്യായങ്ങളും ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ, ചില ബന്ധങ്ങൾ, ചില സാഹചര്യങ്ങളൊക്കെ അവസാനിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് അവസാനിച്ചു പോകുന്നതിനെ അതിനെ അനുവദിക്കുക. ഓക്കെ, അതിലെ ഒരു കാരണവശാൽ അതിലിങ്ങനെ എന്താ പറയുക, അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. ചില ബന്ധങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു അകൽച്ച വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചില അധ്യായങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചില സാഹചര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ അനുവദിക്കണം. കാരണം നിങ്ങൾ വേറൊരു അധ്യായത്തിലേക്ക് മാറാനാണ് പോകുന്നത്. അത് നടക്കണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റുള്ളൂ. കാരണം അവരും നിങ്ങളിനി പോകാൻ ഇരിക്കുന്ന ആ ഒരു അധ്യായത്തിൻ്റെ ഒരു എനർജിയും അവരുടെ എനർജിയും തമ്മിൽ ഒരിക്കലും അലൈൻഡ് അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അധ്യായത്തിലേക്ക്, ആ ഒരു നിങ്ങളുടെ ആ ഒരു മാറ്റത്തിലേക്ക് അവർക്ക് വരാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ അവസാനിച്ചു പോകുന്നതിനെ അവസാനിക്കാനായിട്ട് അനുവദിക്കുക. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എനർജി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത അധ്യായത്തിനെ സംബന്ധിച്ച്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണം എന്ന് എത്ര സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായ ഒരു വിശ്വാസത്തോടെ വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ. മനസ്സിൽ സംശയം വെച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിചാരിച്ച അത്രയും വേഗത്തിൽ കാര്യങ്ങൾ നടക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാലതാമസം നിങ്ങൾ അനുഭവിക്കും. കാരണം നിങ്ങൾക്കൊരു വിശ്വാസമില്ല ഇനി ഈ വരാനിരിക്കുന്ന അധ്യായം നടക്കും എന്നുള്ളതിൽ നിങ്ങൾക്ക് സബ് കോൺഷ്യസ്ലി വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ എനർജറ്റിക്കലി അല്ലാണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, പൂർണ്ണ വിശ്വാസത്തോടെ എന്താ നടക്കും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തോടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. ഇത് നിങ്ങളോട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ വരും എന്ന് വിശ്വസിക്കണം. നിങ്ങൾ അത് വരുമോ എന്ന് സംശയിച്ചിരിക്കുകയല്ല വേണ്ടത്. പിന്നെ ഡിവൈൻ ടൈമിംഗ്, ഡിവൈൻ പ്ലാനിനെ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തോ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല നടക്കുക എന്ന് കരുതി, പ്രതീക്ഷിക്കുന്ന സമയത്ത് നടന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ നടന്നില്ല എന്ന് കരുതി ആ വരുന്ന മാറ്റങ്ങളെ സ്വീകരിക്കാതിരിക്കരുത്. അതിനെ നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, ജീവിതത്തിൽ വരുന്ന പ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങളത് സ്വീകരിക്കണം, മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. പിന്നെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അത് എത്ര ചെറിയ നേട്ടമായിക്കോട്ടെ എത്ര വലിയ നേട്ടമായിക്കോട്ടെ അതിനെ അക്നോളജ് ചെയ്യണം, യൂണിവേഴ്സിനോട് നന്ദി പറയണം. ഓക്കെ, ആ ഒരു മാറ്റത്തിനെ അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുമ്പോഴാണ് അതുപോലുള്ള കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ, നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞു പോയ കാലങ്ങൾ, ഇത് ഇപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും കഴിഞ്ഞു പോയ ഏതെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും ബന്ധങ്ങൾ, ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്, അവരിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ പൂർണ്ണമായിട്ട് നേടാൻ സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, ആ ഒരു പാസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ അടുത്ത അധ്യായത്തിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതിനെ അവസാനിപ്പിക്കണം. അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും മുക്തി നേടിയിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇന്ന് പൗർണമിയുടെ എനർജി ഉള്ള ദിവസമാണ്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് ഏകദേശം ഒരു ഉച്ച സമയം വരെയാണ് പൗർണമി കറക്റ്റ് ടൈം ആയിരുന്നത്. പക്ഷെ ആ ഒരു എനർജി 2 ദിവസം കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം ഈ പറഞ്ഞ റിലീസിങ്ങിന് ഏറ്റവും നല്ലതാണ്. പൗർണമിയുടെ സമയം എപ്പോഴും റിലീസ് ചെയ്യാനാണ് നല്ലത്. അമാവാസിയുടെ സമയമാണ് പുതിയ കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നല്ല സമയം. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ, വ്യക്തികൾ, ബന്ധങ്ങൾ, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വിടുതൽ നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിൽ നിന്നെല്ലാം റിലീസ് ആകാനായിട്ട് ഈ ഒരു സമയം ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഇമോഷൻസ് പല സമയത്തും ഒന്ന് എന്താ പറയാ, ഒരു പീക്കിലായി നിൽക്കാൻ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ഒരു ഇറിറ്റേറ്റഡ് ആയി തോന്നുന്നതിനും ആളുകളായിട്ട് എന്താ പറയാ ഒരു വഴക്കിടാനൊക്കെ ഒരു ടെൻഡൻസി ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. വളരെ സൂക്ഷിച്ചു വേണം അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. കഴിവതും മനസ്സിന് സമാധാനത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ അനാവശ്യമായിട്ടുള്ള എന്താ പറയണ്ടേ ഒരു വാഗ്വാദങ്ങൾ എന്നൊക്കെ പറയില്ലേ, അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ അതിലേക്ക് ഒന്നും പോവാതിരിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് വരുന്നതും ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു എനർജിയിൽ മാറ്റം വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നത്. അത് പക്ഷെ അതിനനുസരിച്ച് നിങ്ങൾ ആ ലോ വൈബ്രേഷൻ എനർജിയിലേക്ക് പോകരുത്, അതിലേക്ക് ഫോക്കസ് ചെയ്യരുത്. ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നു. നിങ്ങൾക്ക് ഓരോ സമയത്തും ഓരോ സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യൂണിവേഴ്സിൽ നിന്ന്. ആ സൈൻ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ തുടങ്ങി എത്ര നാൾക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം അനുഭവിക്കാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം. ഇപ്പോൾ തുടങ്ങി എത്ര നാൾക്കുള്ളിൽ ഗ്രൂപ്പ് 1 ഈ ഒരു മാറ്റം, അതായത് 5 വർഷത്തിന്റെ കാലാവധിയാണ് പറയണത്. അതായത് 5 വർഷം എടുക്കും എന്നല്ല അതിനർത്ഥം. ഓക്കെ, 5 വർഷത്തിനുള്ളിൽ എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര വേഗത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ അത്രയും വേഗത്തിൽ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പലപ്പോഴും ടൈം ഫ്രെയിം കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ്. വർഷങ്ങൾ കണക്ക് പോകുമ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കും. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്നല്ല പറയണേ, അത്ര വർഷത്തിനുള്ളിൽ എന്നാണ് പറയുന്നത്. അത്രയും സമയമുണ്ട്. നിങ്ങൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, അത്രയും വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. മനസ്സിലായില്ലേ? അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാം. പക്ഷെ നിങ്ങൾ അത്രയും ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം. അത് കൃത്യമായി ഫോളോ ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ച് കാലതാമസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് 5 വർഷത്തിന്റെ സമയം തരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ മാറ്റത്തിനെ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് വളരെ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ അപ്പോൾ ആദ്യം മാറ്റം വരുത്തേണ്ടത് നിങ്ങളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുക. അത് ഉപേക്ഷിക്കാതെ പുതിയത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ടെങ്കിൽ അതൊരു തെറ്റായ ചിന്തയാണ്, അതൊരിക്കലും നടക്കില്ല. അഥവാ ഇങ്ങനെ പുതിയതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ അത് നിലനിൽക്കില്ല. കാരണം ഒരു എനർജറ്റിക്കൽ സ്പേസ്, ഈ പുതിയ വരുന്ന കാര്യത്തിന്റെ എനർജറ്റിക്കൽ സ്പേസ് ഇല്ല അതിനവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ. കാരണം നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ പിടിച്ചു വെച്ചിരിക്കുക. ഉപേക്ഷിക്കേണ്ടതിനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു എനർജറ്റിക്കൽ അലൈൻമെന്റ് സംഭവിക്കാത്തതുകൊണ്ട് തന്നെ അത് നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. അപ്പോൾ എപ്പോഴും ഓർക്കാൻ എനർജറ്റിക്കൽ അലൈൻമെന്റ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അതിന് നിങ്ങളുടെ കൂടെ നിർത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷമാണ് ഉണ്ടാകുക, അത് ഓർമ്മകളാണെങ്കിൽ പോലും. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2 നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ ജീവിതത്തിലെ അടുത്ത അധ്യായം എങ്ങനെയാകും? ഓക്കെ, നമുക്ക് 3 ഓഫ് സോർട്സ് ആണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. ക്ലാരിഫൈ ദ 3 ഓഫ് സോർട്സ്. King of Pentacles. Clarify the King of Pentacles.
ഓക്കെ, എനിക്ക് ആദ്യം തന്നെ കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അത് അവസാനിച്ചു നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങളുടെ മനസ്സ് അത് അവസാനിച്ചു എന്ന് അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു ഡിനയൽ പീരീഡിലാണ് നിങ്ങൾ. ഓക്കെ, അത് സംഭവിച്ചു, അത് സത്യമാണ്, അത് അവസാനിച്ചു, അതിൽ ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ ആ സത്യത്തിനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഓക്കെ, അടുത്ത അധ്യായം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം അവസാനിച്ചു. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി സംബന്ധമായിട്ടായിരിക്കാം. എന്ത് കാര്യമാണ് അവസാനിച്ചത്, അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത്, ആ കാര്യം അവസാനിച്ചു എന്നുള്ള സത്യം നിങ്ങൾ അംഗീകരിക്കുന്നത് ഈ പുതിയ അധ്യായത്തിലാണ്. ആ പുതിയ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ആ ഒരു സത്യം അത് അംഗീകരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതിന്റെ ശരിയായ വ്യക്തതയിൽ, അതിന്റെ ശരിയായ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ നോക്കിക്കാണുകയും നിങ്ങളുടെ വികാരങ്ങളുടെ പുറത്ത് അല്ലാതെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ കൃത്യമായി അനലൈസ് ചെയ്ത് ഇന്നതാണ് സംഭവിച്ചത്, ആ ഒരു സാഹചര്യം അവസാനിച്ചു, അല്ലെങ്കിൽ ആ ഒരു ബന്ധം അവസാനിച്ചു എന്നുള്ള സത്യം അംഗീകരിക്കുകയും അതിൽ നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ ഈ പുതിയ അധ്യായം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ മെച്യൂർലി ആയിരിക്കും ആ ഒരു കാര്യം, ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതും എന്നും കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ 3 of Wands. നിങ്ങളുടെ ചില ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾ അതിലിപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അടുത്ത അധ്യായത്തിൽ, ഇനി വരുന്ന അധ്യായത്തിൽ നിങ്ങൾക്ക് അതിൽ കാര്യമായി അതിൽ ഫോക്കസ് ചെയ്യാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങൾക്ക് ഒരു പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും ഒരു കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു രീതി അങ്ങനെയായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേറെ ഒന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോവില്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ എന്ന് കാണുന്നു. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, അതിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തരാകുന്നതാണ് കാണുന്നത്. അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ തോന്നലുകളാണ്, അല്ലാണ്ട് അത് സത്യമല്ല, അത് യാഥാർത്ഥ്യമല്ല, അത് തോന്നലുകൾ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ശരിയായ കഴിവുകൾ എന്താണ്, നിങ്ങളെന്ന വ്യക്തി എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടൊഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പുതിയ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അങ്ങനെ പുതിയ കുറെ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. സുഹൃത്തുക്കളുടെ രൂപത്തിലായിരിക്കാം, പാർട്ട്ണറുടെ രൂപത്തിലായിരിക്കാം. ഓക്കെ, അങ്ങനെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പക്ഷെ ആ മാറ്റങ്ങളെയൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു വ്യക്തികൾ, പുതിയ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവരൊക്കെ മാക്സിമം ഒരു അകലത്തിൽ നിർത്തുക എന്നുള്ളതാണ്. പക്ഷെ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഈ പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ യാതൊരു തരത്തിലുള്ള റെസിസ്റ്റൻസ് ഇല്ല. ഇപ്പൊ നിങ്ങൾ മാറ്റങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു പോയ കാര്യത്തിനെ കുറിച്ചിട്ട് അത് അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യം അവസാനിച്ചു എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നത് തന്നെ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ആ ഒരു ഷിഫ്റ്റ് സംഭവിച്ചതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ എനർജി, പുതിയ ബന്ധങ്ങൾ, പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറായിരിക്കും. യൂണിവേഴ്സ് ആ വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മതിയായ ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പുതിയ ആളുകളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബൗണ്ടറികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബൗണ്ടറികൾ ഉണ്ടായിരിക്കണം. പക്ഷെ അതേസമയം നിങ്ങളിപ്പോൾ നിൽക്കുന്ന പോലെ വളരെ ഗാർഡഡ് ആയിരിക്കില്ല. ഓക്കെ, അവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനും അവരൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുന്നതിനും നിങ്ങൾ തയ്യാറായിരിക്കും. ആ മാറ്റങ്ങളെയൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കും അടുത്ത അധ്യായത്തിൽ എന്ന് കാണുന്നു. ഇനി ഈ ഒരു അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2-ന്റെ ജീവിതത്തിലെ അടുത്ത അധ്യായത്തിലേക്ക് അവർ കടക്കുന്നതിനായിട്ട് അവരെന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്, അതിനെ സംബന്ധിച്ചുള്ള ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് നൽകാനുള്ളത്. ആദ്യമേ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്ഷമ കാണിക്കണം. ഓക്കെ, ഒരു സ്വിച്ച് ഇടുന്ന പോലെ നമുക്ക് നമ്മുടെ റിയാലിറ്റിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി ഒരുപാട് എന്ത് ചെയ്യണം, നമ്മൾ
വർക്ക് ചെയ്യണം നമ്മളെ തന്നെ. ഓക്കെ, നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക, നമ്മുടെ എനർജി മാറ്റിയെടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള ടോക്സിക് ട്രൈറ്റുകളെയൊക്കെ കണ്ടെത്തി അതിനൊക്കെ റിലീസ് ചെയ്യുക, ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഹീൽ ചെയ്യുക. അങ്ങനെ ഒരുപാട് ഇന്നർ വർക്ക് ചെയ്താണ് ഈ പെട്ടെന്നുള്ള മാറ്റങ്ങൾ നടക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ആ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ റിയാലിറ്റി, യാഥാർത്ഥ്യത്തെ തന്നെ പെട്ടെന്ന് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അപ്പോഴാണ്. പക്ഷെ അതിന് ഒരുപാട് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യണം, ഒരുപാട് സ്പിരിച്വലി നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ക്ഷമയാണ് കാണിക്കേണ്ടത്. ക്ഷമ കാണിച്ചുകൊണ്ട് നിങ്ങൾ സമയമെടുക്കാൻ പറയുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരമാവധി ആ ഒരു സമാധാനം കണ്ടെത്താനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ സാഹചര്യത്തിനെ കുറിച്ചൊരു വ്യക്തത ഉണ്ടാകുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഓരോ നിമിഷവും നിങ്ങൾ എന്തൊരു കൺഫ്യൂഷൻ അനുഭവിക്കുന്ന സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏഞ്ചൽ നമ്പറിന്റെ രൂപത്തിലോ അല്ലാതെയോ നിങ്ങൾക്കുള്ള ഉത്തരം, നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഗൈഡൻസ് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിരീക്ഷിക്കുക. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സ്ട്രെസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു ഏഞ്ചൽ നമ്പറിന്റെ രൂപത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ, ചിലപ്പോൾ മറ്റൊരു വ്യക്തിയിലൂടെ ആവും നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, നിങ്ങൾ ആ ചോദ്യം അവരോട് പറഞ്ഞിട്ട് പോലെ ആയിരിക്കില്ല, പക്ഷെ അവർ സംസാരിക്കുന്ന കൂട്ടത്തില് നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി അവരിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ അത്രയും നിങ്ങളുടെ പ്രസന്റ് മൊമെന്റില് നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കണം. ഈ പ്രസന്റ് മൊമെന്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ബോധ്യം ഉണ്ടാകണം. അപ്പൊ നിങ്ങൾ ഈ പാസ്റ്റിൽ ജീവിക്കുന്നതും അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ടെൻഡൻസി ഉള്ള ആളുകളാണെങ്കിൽ അത് നിർത്തുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. കഴിഞ്ഞു പോയതാണ്. നമ്മൾ എത്ര ആലോചിച്ചാലും അതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല. ഭാവിയിൽ വരാനിരിക്കുന്നതിനെ നമുക്ക് ഒരു പരിധി വിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാവിയെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതിന് വേണ്ടുന്ന ആക്ഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്. അതിനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഓരോ ഗൈഡൻസ്, ഓരോ സൂചനകൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതനുസരിച്ച് ആക്ഷൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. അതനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നിങ്ങൾ നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരണം. അടുത്ത അധ്യായത്തിൽ എനിക്ക് നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത്. അടുത്ത അധ്യായത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിക്കണം എന്നാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവുന്ന, ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നതെങ്കിൽ ആ സാഹചര്യത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ കഴിവതും ഒഴിവാക്കുക. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ പോസിറ്റീവായിട്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത അധ്യായത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് അലൈൻഡ് ആകാനായിട്ട് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷം തന്നെ, ചെറിയ സന്തോഷങ്ങളായിരിക്കാം, ഓക്കെ, ചെറിയ നേട്ടങ്ങളായിരിക്കാം, ചെറിയ അനുഗ്രഹങ്ങളായിരിക്കാം, അതിൽ ഫോക്കസ് ചെയ്യാം. അതിൽ ഫോക്കസ് ചെയ്ത് അതിനെ കണ്ടെത്തി യൂണിവേഴ്സിനോട് നന്ദി പറയണം ആ ഒരു കാര്യം നടന്നതിന്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ എന്താ പറയാ, ഈ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ മാറി വലിയ വലിയ അനുഗ്രഹങ്ങളാകാനും, നല്ല മാറ്റങ്ങൾ ചെറുതെന്നുള്ളത് വലിയ വലിയ മാറ്റങ്ങളാകാനും എന്താ പറയാ വഴിയൊരുക്കാണ് ചെയ്യുന്നത് നിങ്ങൾ. പക്ഷെ അത് നിങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങണം. എന്ത് എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത അധ്യായത്തിൽ, ആ എനർജിയിൽ നിങ്ങളായിട്ടുണ്ടാകണം. ഓക്കെ, പിന്നെ നിങ്ങളോട് വീണ്ടും പറയാണ്, ഇപ്പം പറയണ്ടല്ലോ അടുത്ത അധ്യായത്തിൽ നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്നൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മുക്തി നേടിയിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പരിശ്രമിച്ചു തുടങ്ങാം. നിങ്ങൾ എന്ത് വേണം? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് നിങ്ങളെക്കുറിച്ച് അവരുടെ കുറെ ജഡ്ജ്മെന്റ്സ്, നിങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് 2 ഇങ്ങനെയാണ്, ഗ്രൂപ്പ് 2 അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ് ഈ കളക്റ്റീവിലുള്ളത്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, മറ്റുള്ളവര് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടുകളാണ്. ഓക്കെ, അതിലെ ഒരുപാട് എലമെന്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ചില സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിലുള്ള അസ്വസ്ഥതയിൽ അവര് നിങ്ങളെ കുറിച്ച് റൂഡായിട്ട്, നിങ്ങൾ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ കമന്റ്സ് പറയും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഫ്രസ്ട്രേഷൻ ആണ് ആ ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ദയവ് ചെയ്ത് മറ്റുള്ളവർ പറയുന്നതാണ് സത്യമായി, അവർ പറയുന്ന പോലെ ഞാൻ അങ്ങനെയാണ് എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. ആ ധാരണയിൽ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇന്ന് നിങ്ങൾ മോശമാണെന്ന് പറയുന്നവര് നാളെ നിങ്ങളൊരു ഉയരങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾ വളരെ നല്ല വ്യക്തിയാണെന്നും പറയും.
അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഫോക്കസ് ചെയ്ത് മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി അവർ നല്ലത് പറയാൻ വേണ്ടി ജീവിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട കുറേ നല്ല കാര്യങ്ങളെ നിങ്ങൾ തന്നെ വേണ്ടാന്ന് വെക്കും. മനസ്സിലായോ? അപ്പൊ മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ്സിന് വേണ്ടി അല്ലെങ്കിൽ അവര് നല്ലത് പറയണം എന്നുള്ളൊരു അതായിരിക്കരുത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. അപ്പോൾ ഇതുപോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കൊണ്ട് അങ്ങനെ കൊള്ളില്ല ഇങ്ങനെ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കുറേ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട്. അത് ഒന്നൊന്നായിട്ട് നിങ്ങൾ റിലീസ് ചെയ്യുക, അത് കണ്ടെത്തുക, അതെങ്ങനെയാണ് ആ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നതെന്ന് മനസ്സിലാക്കുക, അതിനെ റിലീസ് ചെയ്യുക. നിങ്ങളുടെ ഒരു ചിന്തയാണ് അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞൊരു അഭിപ്രായമാണ്, അതല്ല യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളത് റിലീസ് ചെയ്യണം. അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ വീണ്ടും പറയുന്നു, പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എന്ത് എന്നുള്ളതിലാണ് നിങ്ങളുടെ ഫോക്കസ് ആകേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ അടുത്ത അധ്യായത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഒരു ലക്ഷ്യം, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിൽ തന്നെയായിരിക്കണം ശ്രദ്ധ. ഏതെങ്കിലും ഒരു കാര്യം, വേറൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ ചിന്തിക്കേണ്ടതാണ്, എൻ്റെ ലക്ഷ്യമാണോ അതോ ഈ ഒരു കാര്യമാണോ എനിക്കിപ്പോൾ പ്രധാനം എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. നിങ്ങളുടെ ലക്ഷ്യത്തിന് തന്നെയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ബാക്കി എല്ലാം അത് കഴിഞ്ഞേ വരാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ അതിനു വേണ്ടി അത്രയും ഫോക്കസ് ചെയ്ത് നിങ്ങളിൽ തന്നെ നിങ്ങളിൽ തന്നെ ആയിരുന്നു കൊണ്ട് എന്താ പറയണേ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ കഴിവതും ഈ ഒരു സമയത്ത് ആകാതിരിക്കാൻ നിങ്ങളോട് പറയുന്നു. അതിൻ്റെ ശരിയായ സമയം എന്ന് പറയുന്നത് അടുത്ത അധ്യായത്തിലാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഹീലിംഗ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബന്ധമായിരിക്കില്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾ വേദനിക്കുന്നതിന് കാരണം. അപ്പൊ ദയവ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി ഇപ്പോൾ വളരെ ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു എന്താ പറയണ്ടേ, കമ്മിറ്റ്മെന്റ്, ലോങ് ടേം കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിലായിരിക്കണം, അല്ലാതെ ഒരു താൽക്കാലികമായിട്ടൊരു ബന്ധത്തിലല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിത പങ്കാളി നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതുപോലെ നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, പിന്നെ അവരുടെ ഒരു ക്യാരക്ടേഴ്സ് എന്തായിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു വ്യക്തത വേണം. അതിൽ ഒരു തരത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ, അല്ലാണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമുക്ക് റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇപ്പോൾ വരുന്ന ബന്ധങ്ങളൊന്നും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പല ലവ് ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതിലൊന്നും നിങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ പാടില്ല. അതൊന്നും നിലനിൽക്കാൻ പോകുന്നതല്ല എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസസ്. ഓക്കെ, അപ്പോൾ ഈ ഗൈഡൻസുകളെല്ലാം ഗ്രൂപ്പ് 2 ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ അവരുടെ അടുത്ത അധ്യായത്തിലേക്ക് അവർക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് 7 വർഷത്തിന്റെ സമയമാണ് യൂണിവേഴ്സ് തരുന്നത്. ഇപ്പൊ തുടങ്ങി നിങ്ങൾ എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ കൃത്യമായി ഗൈഡൻസസ് ഫോളോ ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത അധ്യായത്തിലേക്ക് മാറാൻ പറ്റും. നിങ്ങൾക്ക് 7 വർഷത്തെ സമയമുണ്ട്. ഓക്കെ, ഈ 7 വർഷം മുഴുവൻ എടുക്കണ്ട അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ പോകാൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരുപാട് ഹീലിംഗ് നിങ്ങൾ ചെയ്യാനുണ്ട്, നമ്മളത് കണ്ടു. അപ്പോൾ ആ ഹീലിങ്ങുകൾ ചെയ്യാൻ നല്ലോണം സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്, ധൃതി വെക്കാനേ പാടില്ല. അത് ഹീലിംഗ് ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഷിഫ്റ്റ് പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ മാനിഫെസ്റ്റേഷൻ നിർത്താൻ പാടില്ല, ഹീലിംഗ് നിർത്താൻ പാടില്ല. അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. അങ്ങനെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മുഴുവനായി എത്തുന്നത്, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്ത ഹീലിംഗ് വർക്ക് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 7 വർഷത്തിന്റെ സമയമാണ്. ഈ 7 വർഷത്തിൽ നിങ്ങൾ എത്ര ശ്രദ്ധയോടെ, എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഈ ഗൈഡൻസസ് ഫോളോ ചെയ്യുന്നുണ്ടോ അത്രയും വേഗത്തിൽ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനനുസരിച്ച് കാലതാമസം എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ 7 വർഷം എന്ന സമയം കൊണ്ട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ തംബ്നെയിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ അടുത്ത അധ്യായം എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ അടുത്ത അധ്യായം, അവരുടെ ജീവിതത്തിൽ അടുത്ത അധ്യായം എങ്ങനെയാകും.
Okay. 10 of Pentacles. Moon card. Queen of Pentacles. Nine of Wands. Justice. Okay. എനിക്ക് ആദ്യമേ കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും നിങ്ങളെ തട്ടിയെടുക്കുക അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു അന്യായം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളൊക്കെ അല്ലേ, അതിനെല്ലാം ആ ഒരു നീതി നടപ്പാക്കുന്നതാണ് അടുത്ത അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത അധ്യായത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തട്ടിയെടുത്ത കാര്യങ്ങൾ അതിന് പകരം യൂണിവേഴ്സ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടാവും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കാം. അതിനൊക്കെ ഈ ചെയ്തവർക്ക് അവരുടെ പ്രതിഫലം കിട്ടാന്ന് പറയാമല്ലോ. അവര് നല്ല കാര്യം ചെയ്താൽ നല്ലതാണ് കിട്ടുക, പക്ഷെ ഇവിടെ ഈ കേസിൽ നിങ്ങൾക്കെതിരെ അവർ മോശമായ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ആ ഒരു പ്രതിഫലം കിട്ടുന്നൊരു സമയമാണ്, അതിൻ്റെ അനന്തരഫലങ്ങൾ അവർ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അത് ഈശ്വരൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ആ ഒരു സമയമാണത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരം കാണുന്ന അല്ലെങ്കിൽ അതിനെല്ലാം പരിഹാരം നൽകുന്ന ഒരു സമയമാണ്, യൂണിവേഴ്സ് നൽകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ അടുത്ത അധ്യായം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ ആ കടമ്പകളൊക്കെ കടന്ന് നിങ്ങൾ വിജയിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു അധ്യായമാണ് നിങ്ങളുടെ അടുത്ത അധ്യായം. ഓക്കെ, അതുമാത്രമല്ല ഇപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആ ഒരു സാമ്പത്തിക സുരക്ഷിതത്വവും ആ ഒരു സാമ്പത്തിക ഭദ്രതയും നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന ഒരു സമയം. ഇപ്പോൾ ജോലി സംബന്ധമാണെങ്കിൽ ജോലിയിൽ ഒരു സ്ഥിരത കൈവരുന്ന ഒരു സമയം. ഓക്കെ, അങ്ങനെ ജീവിതത്തിലും ഒരു സുരക്ഷിതത്വം ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് അടുത്ത അധ്യായം എന്ന് പറയുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആളുകൾ, സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു അധ്യായമാണ് അടുത്ത അധ്യായം. അപ്പം നിങ്ങൾ അതിൽ നിന്നെല്ലാം ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കഴിഞ്ഞു പോയി, നിങ്ങൾ അത്രയും വേദനിച്ച പല സാഹചര്യങ്ങൾ, അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. ചില വ്യക്തികൾ അവരിൽ നിന്ന് എത്ര നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അവരിങ്ങനെ നിങ്ങളുടെ എനർജിയിൽ തന്നെയുണ്ട് എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാകും. ആ എനർജീസ് എല്ലാം ഉപേക്ഷിച്ച്, ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത എല്ലാ എനർജിയും, അത് ചില വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, സന്ദർഭങ്ങളായിരിക്കാം, ഓർമ്മകളായിരിക്കാം, അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു അധ്യായമാണ് അടുത്ത അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ. അത് നിങ്ങൾ തന്നെയാണ് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. അതിങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ല. നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ലതാണ് സംഭവിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളുടെ ഒരു ചോയ്സാണ്. ഓക്കെ, ഇനി ഈ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ഞാൻ അവിടെ തന്നെ ഓർത്തുകൊണ്ടിരിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നിങ്ങളാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ യൂണിവേഴ്സിൻ്റെ ആ ഒരു സഹായമാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഓരോരോ എനർജീസ് നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പുരോഗതി കൊണ്ടുവരും. ആദ്യം ചെറിയ രീതിയിലാണ് ആ പുരോഗതി കാണുക എങ്കിലും പോകെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കാര്യമായ ഷിഫ്റ്റ്, ഓക്കെ, നല്ല ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് കാണുന്നു. നല്ല വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു യാത്രകൾ, അതായത് ഒരു പ്രത്യേകിച്ച് വേറൊരു രാജ്യത്തിലേക്ക്, ഓക്കെ, ഒരു വിമാനയാത്രയൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഒരു സാധ്യത കാണുന്നുണ്ട് ഈ അടുത്ത അധ്യായത്തിൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്, ഈ ഒരു അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം.
നിങ്ങളുടെ ആദ്യം തന്നെ എംപ്രസ് എനർജിയിലായിരിക്കാൻ പറയുന്നു. അതായത് നിങ്ങൾ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് മാറണം. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പിറകെ നിങ്ങൾ പോകേണ്ടതായിട്ടില്ല. നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, അത് നടക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുക, നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ഓക്കെ, മാക്സിമം ഒരു പോസിറ്റീവ് എനർജിയിലായിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ യഥാസമയത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഡിവൈൻ ഫെമിനിൻ എംപ്രസ് എനർജിയിലാകുക, അത് ആ ഒരു എനർജിയുമായിട്ട് അലൈൻഡ് ആകുക എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത് മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അതായത് നിങ്ങളുടെ കാരണം കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ കാരണമല്ല നിങ്ങൾക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുള്ളത്. അത് മറ്റുള്ളവരുടെ ചില ആക്ഷൻസ്, അവരെടുത്തിട്ടുള്ള അവരുടെ ചില ട്രിക്കറി എന്ന് പറയും. ഓക്കെ, അതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക് സംഭവിച്ച പല നഷ്ടങ്ങളിലും, നേരിട്ടോ അല്ലാതെയോ. അപ്പോൾ അതിനെക്കുറിച്ച് എത്ര ആലോചിച്ചാലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, വിഷമം ഉണ്ടാവും എന്നല്ലാതെ നിങ്ങൾക്കൊരു സമാധാനം അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ചിന്തകളിൽ നിന്ന് കഴിവതും നിങ്ങൾ മാറി നിൽക്കുക. കാരണം നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കും തോറും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുക ചെയ്യുക. മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളിങ്ങനെ ട്രാപ്ഡ് ആകുകയാണ് ചെയ്യുക. അത് വരാതിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് കഴിവതും എന്ത് ചെയ്യുക, ഈ അനാവശ്യമായിട്ടുള്ള ഈ ഓർമ്മകളൊക്കെ അനാവശ്യമായിട്ടുള്ള ഓർമ്മകളാണ് അല്ലെ. കഴിഞ്ഞു പോയ നഷ്ടങ്ങളുടെ, വേദനിച്ച സാഹചര്യങ്ങളുടെ ആ പാഠങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പക്ഷെ ആ അനുഭവങ്ങളെ കുറിച്ചുള്ള ഓർമ്മകള്, ആ വ്യക്തികള്, അവരിൽ നിന്നൊക്കെ നിങ്ങൾ മാക്സിമം അവരെ നിങ്ങളായിട്ട് തന്നെ റിലീസ് ചെയ്ത് തുടങ്ങുക. ഒരു സമയം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, റിലീസ് ചെയ്യുക, അടുത്തതിലേക്ക് പോകുക. അങ്ങനെ ഓക്കെ, അങ്ങനെ കൂടുതൽ ഒരു എന്താ പറയുക, മനസ്സിനൊരു സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനായിരിക്കണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾ ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ. അതായത് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരണം, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ. അവരെ നിങ്ങൾ ചേർത്ത് നിർത്തുക. അവർ നിങ്ങൾക്ക് തരുന്ന സജഷൻസ്, അഡ്വൈസ്, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് ഫോളോ ചെയ്യണം. കാരണം അവർക്ക് ഓൾറെഡി നിങ്ങൾ നന്നാവണം എന്നാണ് ആഗ്രഹം. അങ്ങനത്തെ വളരെ കുറച്ച് ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ എന്ന് ഞാൻ കാണുന്നു. കാരണം ഈ ഒരു നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചപ്പോൾ പല ആളുകളുടെയും ശരിയായ മുഖങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവര് നിങ്ങൾക്ക് ആ ഒരു നഷ്ടങ്ങൾ സംഭവിച്ചതിൽ അവർക്ക് അത്ര വേദന ഇല്ല എന്നും നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെ ചുരുക്കം ചില ആളുകളുണ്ട് നിങ്ങൾ നന്നാവണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പൊ അവർ തരുന്ന ചില സജഷൻസ് ഉണ്ടാവും, അവർ തരുന്ന ചില അഡ്വൈസ് ഉണ്ടാവും, അതൊക്കെ ഫോളോ ചെയ്യാം. അതിനൊക്കെ ശ്രദ്ധ കൊടുക്കണം, അതൊക്കെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നു. അവരുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറയുന്നു. അവരുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സമാധാനവും സന്തോഷം തന്നെ വന്നു ചേരും. ഓക്കെ, മാത്രമല്ല ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റിലീസ് ചെയ്യാനും, ആ കാര്യങ്ങൾ റിലീസ് ചെയ്യാനും, ആ ഓർമ്മകളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും ഇവരുടെ സാന്നിധ്യം സഹായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഓക്കെ, അതിങ്ങനെ എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇനി ഭാവിയിലും ഇങ്ങനെ ഉണ്ടാവോ, ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതല്ലേ സംഭവിച്ചോ, ഇനി എന്തൊട്ടാ, ഇനിയൊരു പ്രതീക്ഷയില്ല, ഇങ്ങനെ എന്താ പറയാ, ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകളുണ്ടല്ലോ, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, അതിൽ നിന്ന് നിങ്ങൾ മാറണം. ആ ചിന്തകളും വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവില്ല നല്ല രീതിയിൽ. ഓക്കെ, കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവ് എനർജിയിലാണ്. അപ്പോൾ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ശരിയാണ്, നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു, അത് അംഗീകരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി, അതും അംഗീകരിക്കുക. പക്ഷേ അത് വിചാരിച്ചിട്ട് അവിടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം ഇനിയും മുന്നോട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇനിയും അവസരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ആക്ഷൻസ് നിങ്ങൾ എടുക്കുക. ഓക്കെ, കഴിഞ്ഞു പോയി നഷ്ടങ്ങളെ കുറിച്ച് ഓർത്തോർത്തിരിക്കാതെ ഇനി എന്തൊക്കെ നേടിയെടുക്കാം എന്നുള്ളതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. നിങ്ങൾ അർഹിക്കുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് എല്ലാ കാര്യത്തിലും, ഓക്കെ, ജോലിയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും, എന്താ പറയണ്ടേ, ഓരോ വ്യക്തികളെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിലാണെങ്കിലും, നിങ്ങൾ എങ്ങനെ ഏത് തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ അർഹിക്കുന്നത്, ഏത് തരത്തിലുള്ള ജോലിയാണ് നിങ്ങൾ അർഹിക്കുന്നത്, എത്തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്, ഓക്കെ, എത്തരത്തിലുള്ള സൗഹൃദങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങളുടെ ക്രൈറ്റീരിയ. ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്ത ഒന്നിനെയും ആരെയും നിങ്ങളുടെ ജീവിതത്തിൽ
എന്ത് ചെയ്യാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനത്തെ ആളുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ എനർജി ഒക്കെ നിങ്ങൾ റിലീസ് ചെയ്യാം. നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാണ്. ഈ സ്റ്റാൻഡേർഡ് ഫുൾഫിൽ ചെയ്യാവുന്നവർ മാത്രം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക. ഓക്കെ, അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും. അപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന ഇപ്പോൾ ജോലി, നിങ്ങൾക്കറിയാം നിങ്ങൾ അർഹിക്കുന്ന ഒരു ജോലി ഏതാണെന്നുള്ളത്. അതിൽ ഫോക്കസ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അത് കിട്ടിയിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അടുത്ത നിങ്ങളുടെ അധ്യായം സന്തോഷകരമാകണമെങ്കിൽ, പോസിറ്റീവ് ആകണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ആ പോസിറ്റീവ് എനർജി, ഇപ്പോഴേ നിങ്ങൾ ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആ സന്തോഷവും ആ ഒരു പോസിറ്റിവിറ്റിയും നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തണം. അതില്ലാതില്ല, പക്ഷെ നിങ്ങൾ അതിൽ കാര്യമായി ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല സന്ദർഭങ്ങൾ, നല്ല നല്ല എന്താ പറയുക ഒക്കേഷൻസ്, അതിൻ്റെ ഒക്കെ ഭാഗമാകുക. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട്. അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. മനസ്സിലായില്ലേ? അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്നുണ്ട്. അത്തരം ഓർമ്മകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് എനർജിയിലാണോ ആയിരിക്കുന്നത് ആ എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾ എന്താണോ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇനി നമ്മൾ ഒരു ടൈം ഫ്രെയിം ഗൈഡൻസ് കൂടെ എടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ ഗൈഡൻസ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് 3 ഇപ്പോൾ തുടങ്ങിയ എത്ര നാൾക്കുള്ളിൽ ഈ പറഞ്ഞ ഒരു അടുത്ത അധ്യായത്തിലേക്ക് അവർക്ക് മാറാനായിട്ട് സാധിക്കും. ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് അവർക്ക് കൊണ്ടുവരാനായിട്ടും അനുഭവിക്കാനും സാധിക്കും. ഓക്കെ, 10 ആഴ്ചകളാണ് പറയുന്നത്. നിങ്ങൾക്ക് 10 ആഴ്ചയുടെ സമയമാണ് യൂണിവേഴ്സ് തരുന്നത്. ഒരു ഡെഡ് ലൈൻ പോലെ കരുതിക്കോളൂ. ഈ 10 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉള്ള ആക്ഷൻസ് നിങ്ങൾ അത് എടുക്കേണ്ടതാണ്. ഓക്കെ, അതെടുക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ഗൈഡൻസസ് ഒക്കെ നിരന്തരം ഫോളോ ചെയ്യുക. അതൊരു റുട്ടീനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു എക്സസൈസ് ചെയ്യണ പോലെ തന്നെ ഫോളോ ചെയ്യുക. അതിലൊരു തരത്തിലും കോംപ്രമൈസ് വരുത്താതിരിക്കുക. ഈ 10 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടുത്ത അധ്യായത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അത് വളരെ പെട്ടെന്ന് തന്നെ ആവാം. അത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാം. അല്ലെങ്കിൽ 10 ആഴ്ച സമയം എടുത്ത് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാം. അത് നിങ്ങൾ എത്രത്തോളം ഈ പറഞ്ഞ ഗൈഡൻസസ് കൃത്യമായി ഫോളോ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ മാറ്റങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊരു മാറ്റവും നിങ്ങളെടുക്കുന്ന ആക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസസ് കിട്ടിക്കഴിഞ്ഞു, എത്ര സമയമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഗൈഡൻസ് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി. അത് കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്